മൾട്ടിപ്പിൾ സ്റ്റിഫ്നേഴ്സ്. അപ്പോൾ ഈ സ്റ്റിഫ്നർ ഈ കണക്ഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കോപ്പി ഒന്നും ചെയ്യേണ്ട, ഈ കണക്ഷനിൽ തന്നെ നമുക്ക് സെറ്റ് ചെയ്യാം. ഈ കണക്ഷൻ്റെ ഐക്കണിൽ സെലക്ട് ചെയ്തു, ബോട്ടം ലെഫ്റ്റിൽ എന്താ പറയുന്നത് പിക്ക് പാർട്ട്. അപ്പോൾ ഈ ബീം സെലക്ട് ചെയ്തു. പിന്നെ പറയുന്നത് പിക്ക് പൊസിഷൻ. പൊസിഷൻ എന്ന് പറയുന്നത് ഇവിടെ ഈ സെൻറ്ററിൽ ക്ലിക്ക് ചെയ്തു. ഇപ്പോൾ അവിടെ സ്റ്റിഫ്നർ വന്നു. ഇനി അതിൻ്റെ പ്രോപ്പർട്ടി എടുക്കാം. പ്രോപ്പർട്ടി എടുത്തിട്ട് ഇവിടെ എത്ര സെറ്റ് വേണം? 2 സെറ്റ് ഉണ്ട് നമുക്ക്. എത്ര ഡിസ്റ്റൻസ്? 150 ഡിസ്റ്റൻസ്. പിന്നെ ഇവിടെ തിക്നെസ് ഒക്കെ കൊടുക്കണം. 12 തിക്ക് സ്റ്റിഫ്നെസ് എന്നാണ് കൊടുത്തത്, 12 കൊടുത്തു. പിന്നെ ഇവിടെ ഇതെല്ലാം PL PL PL. ഇനി 1 S275 നെയിം നമുക്ക് സ്റ്റിഫ്നർ. കൊടുത്തു. ഇനി മോഡിഫൈ ചെയ്യാം. ഓട്ടോമാറ്റിക് വന്നാണ്ടോ സ്റ്റിഫ്നർ. ഇനി ഒന്ന് 3Dയിൽ ഒന്ന് പോയി ചെക്ക് ചെയ്ത് നോക്കാം നമ്മൾ ഈ കൊടുത്ത പ്രകാരം തന്നെയാണോ വന്നതെന്ന്. അതുകൊണ്ട് ഈ സൈഡിലും ഉണ്ട്, ഇപ്പുറത്തെ സൈഡിലും സ്റ്റിഫ്നർ വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരേ ഡയറക്ഷനിൽ തന്നെ ഒന്നിൽ കൂടുതൽ സെറ്റ് ഓഫ് സ്റ്റിഫ്നേഴ്സ് വരുന്നുണ്ടെങ്കിൽ ഇതുപോലെ മൾട്ടിപ്പിൾ സ്റ്റിഫ്നർ എന്ന് പറഞ്ഞ കണക്ഷൻ എടുത്ത് നമുക്ക് കൊടുക്കാവുന്നതാണ്.